അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ പബ്ലിക് എക്സാമിനേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ തന്നെ അത് നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. അത് കുറച്ച് നോക്കി വെക്കുക. അതായത് ഗോൾ ഓറിയൻറ്റഡ് ആണ്, പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അങ്ങനെ ഒരു 6 പോയിൻറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ നാച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ആർട്ടാണോ സയൻസ് ആണോ പ്രൊഫഷൻ ആണോ എന്നുള്ള ഒരു 3 തരത്തിലുള്ള ഡിഫറൻസും ഒരു 3 തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകൾ നിങ്ങൾ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വേണമെങ്കിൽ ഒരു എസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരെ ചോദിക്കാൻ പറ്റും. ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷനും അതുപോലെ മിഡിൽ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷനായിട്ട് നിങ്ങൾ നോക്കി വെക്കണം. ലോവർ ലെവലാകുമ്പോൾ അതിൽ സൂപ്പർവൈസേഴ്സ്, എംപ്ലോയീസ് അങ്ങനെയൊക്കെ വരും. അതിനുള്ള ഓരോന്നിൻ്റെയും ഡിസ്റ്റിങ്ഷനും ഫംഗ്ഷനും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ എന്താണ്, ഓൾ ദ ഫംഗ്ഷൻസ് ആണ്, ഓൾ ദ ലെവൽസിലേക്ക് വരുന്നുണ്ട്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് നോക്കണം. കുറച്ച് ഫീച്ചേഴ്സും നോക്കാം. രണ്ടാമത് വരുന്നാൽ സെക്കൻഡ് ചാപ്റ്ററിൽ വന്നാൽ ഫസ്റ്റ് തന്നെ വരുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ജസ്റ്റ് ഒരു 4 പോയിൻറ്റ് പഠിച്ചു വെക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഉറപ്പായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. മാക്സിമം പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അത് ഡിവിഷൻ ഓഫ് വർക്ക് ഉണ്ട്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സ്കെയിലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, അങ്ങനെ കുറേ ഫംഗ്ഷൻ ഉണ്ട്. എല്ലാ ഫംഗ്ഷനും അതിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പഠിച്ചു വെക്കുക. അതിൽ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നോക്കി വെക്കുക. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് സ്കെയിലാർ ചെയിൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. അതായത് ഈ ഒരു ഷേപ്പിൽ, അതായത് ഈ ഒരു ഹൈറാർക്കിയിലാണ് അത് സ്കെയിലാർ ചെയിൻ വരുന്നത്. അതിൽ ഗാങ് പ്ലാങ്ക് ഈസ് എ ഷോർട്ടർ റൂട്ട് ദാറ്റ് ഹാസ് പ്രൊവൈഡ് സോ ദാറ്റ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ഡിലേഡ്. ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ ഇസ് പോസിബിൾ ത്രൂ ഗാങ് പ്ലാങ്ക്. അത് ചെറിയൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് 5 പ്രിൻസിപ്പിൾസാണ്. സയൻസ് നോട്ട്, റൂൾ ഓഫ് തം, ഹാർമണി, കോഓപ്പറേഷൻ, സയൻറ്റിഫിക് സെലക്ഷൻ, മാക്സിമം നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. അതൊരു 5 പ്രിൻസിപ്പിൾസ് പഠിച്ചേക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അതുപോലെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ചെറിയൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഒരു ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, അത് ജസ്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി എന്താണ്, ടൈം സ്റ്റഡി എന്താണ്, ഫാറ്റിഗ് സ്റ്റഡി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇതൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എടുത്താൽ ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്താണെന്ന് പഠിക്കണം. അതായത് ടു കംപ്ലീറ്റ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബിസിനസ് എൻവയോൺമെൻറ്റ്, അതാണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. അതുപോലെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 തരത്തിലുണ്ട്: എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്. ഓരോന്നിനും ചെറിയ ചെറിയ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ പുതിയതല്ല, അതായത് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ലിബറലൈസേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കുറച്ച് ഫീച്ചേഴ്സ്, അതായത് അബോളിഷിംഗ് ലൈസൻസ് റിക്വയർമെൻറ്റ്സ്, ഫ്രീഡം ഇൻ ഡിസൈഡിങ് സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, കുറച്ച് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ നെക്സ്റ്റ് ചാപ്റ്റർ വന്നാൽ പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിൽ പഠിക്കേണ്ട പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, അതുപോലെ അഡ്വാൻറ്റേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചു നോക്കി. ഇമ്പോർട്ടൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നല്ല രീതിയിൽ നോക്കി വെക്കുക. പിന്നെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമിസസ്, ഐഡൻറ്റിഫൈങ് ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സസ്, സെലക്ടിങ് ദ ആൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ, ഫോളോ അപ്പ് ആക്ഷൻ. പിന്നെ ടൈപ്സ് ഓഫ് പ്ലാൻ, സ്റ്റാൻഡിംഗ് പ്ലാൻ ഉണ്ട്, സിംഗിൾ യൂസ് പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഇത് ഇവിടെ ഡിഫറൻസ് ആയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് പ്ലാനിനും സിംഗിൾ യൂസ് പ്ലാനിൻ്റെ. സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നതാണ് ടു ഡീൽ വിത്ത് സിറ്റുവേഷൻ ദാറ്റ് ഒക്കർ എഗെയിൻ ആൻഡ് എഗെയിൻ, അതായത് ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെ നേരിടാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 1 ടൈം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാനാണ്. അതിൻ്റെ ഡിഫറൻസ് നോക്കി വെക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ ഓർഗനൈസിംഗ് ആണ്. ഓർഗനൈസിങ്ങിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് അത് പഠിച്ചു വെക്കുക. അതായത് സ്പെഷ്യലൈസേഷൻ ആണ്, ക്ലാരിറ്റി, വർക്ക് റിലേഷൻ, അഡാപ്റ്റേഷൻ ടു ചേഞ്ച്, ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ഒരു 5 പോയിൻറ്റ് നിങ്ങൾ നോക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഓരോ സ്ട്രക്ചറായിട്ട് വരുന്നുണ്ട്. അതിൽ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷണൽ സ്ട്രക്ചർ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷനാണ്. ഡിവിഷണൽ സ്ട്രക്ചർ പ്രൊഡക്റ്റിൻ്റെ ബേസിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബേസിസും പഠിച്ചു വെക്കുക, ആ ഒരു ഡിഫറൻസും പഠിച്ചു വെക്കുക. പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോമൽ ഓർഗനൈസേഷനും ഇൻഫോമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങളൊന്ന് നോക്കി വെക്കുക.
പിന്നീട് നമുക്ക് വരുന്നത് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റിയുടെ ടോപ്പ് ലെവലാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു പവേഴ്സ് നമ്മൾ എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് ഓരോ ആൾക്കായിട്ട് കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക. അടുത്ത് വരുന്ന 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് പിടിച്ച് വെക്കുക. ഒരു 8 പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റിക്രൂട്ട്മെൻറ്റ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അതിൽ ഇൻറ്റേർണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സെലക്ഷൻ്റെ പ്രോസസ്സുകൾ, ഒരു 8 പ്രോസസ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റുകൾ ജസ്റ്റ് വേണമെങ്കിൽ നോക്കി വെക്കാൻ പറ്റുന്നതാണ്. പിന്നീട് വരുന്നത് ട്രെയിനിങ് മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അപ്രൻറ്റിസ്ഷിപ്പ് പ്രോഗ്രാം, കോച്ചിങ്, ഇൻറ്റേൺഷിപ്പ്, ജോബ് റൊട്ടേഷൻ തുടങ്ങിയതാണ്. ഓഫ് ദ ജോബായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫിലിം, കേസ് സ്റ്റഡി, കമ്പ്യൂട്ടർ മോഡലിംഗ്, അതുപോലെ പ്രോഗ്രാമിംഗ് അതൊക്കെ വരുന്നുണ്ട്. ഇതിവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്, അത് നോക്കിയാലും മതി. നെക്സ്റ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 4 എലമെൻറ്റ്സ്: സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൽ തന്നെ മോട്ടിവേഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. മോട്ടിവേഷൻ നോക്കുകയാണെങ്കിൽ മോട്ടിവേഷന് തന്നെ 3 തരത്തിലുള്ള ഇൻ്റർ റിലേറ്റഡ് ടേംസ് ഉണ്ട്. മോട്ടീവ് ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ സ്റ്റേറ്റ് ഓർ ഡിസയർ വിച്ച് ആക്ടിവേറ്റ്സ് ഓർ ഡയറക്ട്സ് ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു അച്ചീവ് സംതിങ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് ഇൻഡ്യൂസിങ് പീപ്പിൾ ടു പെർഫോം ദെയർ ബെസ്റ്റ് എബിലിറ്റി ടു അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഗോൾ. മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ മോട്ടിവേഷൻ ചെയ്യുന്ന ആ ഒരു ടെക്നിക്സും ഇൻസെൻറ്റീവ്സുമാണ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ നോക്കി വെക്കുക. അതുപോലെ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു നോക്കുക. ഒരു 5 പോയിൻറ്റ്: സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, അഫിലിയേഷൻ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. അതുപോലെ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫൈനാൻഷ്യൽ ആകുമ്പോൾ നമ്മൾ പേ ആൻഡ് അലവൻസ് വരും, ബോണസ് വരും, പ്രോഫിറ്റ് ഷെയറിംഗ് വരും, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, പെർക്വിസിറ്റ്സ് ഒക്കെ വരും. നോൺ ഫൈനാൻഷ്യൽ ആകുമ്പോൾ സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ജോബ് എൻറിച്ച്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും, അതിവിടെ വരും. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വരുന്നത് ഇതാണ് എലമെൻറ്റ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ കുറച്ച് എലമെൻറ്റ്സ് ആണ്. സെൻഡർ, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ് ഒക്കെ വരുന്നുണ്ട്. ഫോമൽ ആൻഡ് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ. അതിൽ ഇൻഫോമൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രേപ്പ് നെറ്റ്വർക്കൊക്കെ ഉണ്ട്. അതിൽ ഗോസിപ്പ്, പ്രോബബിലിറ്റി നെറ്റ്വർക്ക് തുടങ്ങിയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ എതിർക്കുന്ന തരത്തിലുള്ള ഒബ്സ്ട്രക്റ്റുകൾ എന്തൊക്കെയാണ്? 4 തരത്തിലുള്ള ബാരിയേഴ്സ്: സെമാൻറ്റിക് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, പേഴ്സണൽ ബാരിയേഴ്സ്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് സിമ്പിൾസും അതുപോലെ ബാഡ് എക്സ്പ്രഷൻസും അതൊക്കെയാണ് വരുന്നത്, ടെക്നിക്കൽ ചാർജുകളൊക്കെ വരും. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിമർസി പോലെ ലാക്ക് ഓഫ് അറ്റൻഷൻ തുടങ്ങിയ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലെ പോളിസീസും സ്റ്റാറ്റസും ഫെസിലിറ്റീസും ഒക്കെയാണ് വരുന്നത്. പേഴ്സണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിയർ ഓഫ് ചലഞ്ച്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ്സ്, അതൊക്കെ പേഴ്സണൽ ബാരിയറായിട്ട് വരും. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 8ാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ് ആണ്. കൺട്രോളിങ്ങിലും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് ഫസ്റ്റ് വന്ന് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് നല്ല രീതിയിൽ നോക്കണം ആ ഒരു ക്വസ്റ്റ്യൻസ്. അതുപോലെ കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ് 5 പ്രോസസ്സുകൾ: പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, അതുപോലെ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്, അനലൈസിങ് ദ ഡീവിയേഷൻ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഇതിൽ ഓരോ തരത്തിലുള്ള ഇതൊക്കെ വരുന്നുണ്ട്, ഡിസിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിങ് നിങ്ങൾ പഠിക്കാനാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഫാക്ടേഴ്സ് അഫക്റ്റിങ് കുറേ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ ഫാക്ടേഴ്സ് അഫക്റ്റിങ് ഡിവിഡൻഡ് ഡിസിഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വെക്കുക. അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏണിങ്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഏണിങ്സ് ഒരു ഫാക്ടറായിട്ട് വരും, അതുപോലെ സ്റ്റെബിലിറ്റി ഓഫ് ഏണിങ്സ് വരും, അതുപോലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, ഗ്രോത്ത് കൂടിയാൽ ഡിവിഡൻഡും കൂടും, അതുപോലെ ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ്, ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എന്നുള്ള പ്രിഫറൻസ്, അതുപോലെ ടാക്സേഷൻ പോളിസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതുപോലെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അതെന്താണ് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, കാരണം 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഫേവറബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ലെവറേജ് സിറ്റുവേഷൻസിൽ the companies often employ fixed cost exchange such as debentures and preference shares in the capital structure so as to increase the return on equity capital. അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഫൈനാൻഷ്യൽ ലെവറേജിൻ്റെ കേസിൽ ഫേവറബിൾ ആണെങ്കിൽ നമ്മുടെ ഡിബെഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയറും പോലുള്ള ഫിക്സ്ഡ് കോസ്റ്റ് സെക്യൂരിറ്റീസ് കമ്പനീസിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രാക്ടീസിനാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്.
ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ പൊസിഷൻ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കൺട്രോൾ, ഫ്ലോട്ടേഷൻ, ഫ്ലെക്സിബിലിറ്റി, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നോക്കി വെക്കുക: ഡിവിഡൻറ്റും, ക്യാപിറ്റൽ സ്ട്രക്ചറും, വർക്കിംഗ് ക്യാപിറ്റലും. അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് എസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ. പിന്നെ വരുന്ന മാർക്കറ്റിംഗ് എന്നുള്ള ചാപ്റ്ററാണ്. ഇതിൽ സെല്ലിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല് ചെയ്യണം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെല്ലിങ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, അതായത് മാക്സിമൈസ് പ്രോഫിറ്റ് കൂട്ടാനുള്ള ഒരു പ്രൊസീജിയറാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്, അത്ര ഇതില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മാർക്കറ്റിംഗ് മിക്സാണ്. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് പ്രൊഡക്റ്റ് മിക്സ്, പ്രൈസ് മിക്സ്, പ്ലേസ് മിക്സ്, പ്രൊമോഷൻ മിക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിൻ്റെ ഡ്യൂറബിലിറ്റിയും, അതുപോലെ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഷോപ്പിംഗ് എഫേർട്സും, അതിൻ്റെ ബേസിലുള്ള കമ്പാരിസൺ. ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് പ്രൊഡക്റ്റ് മിക്സ് വരുന്നുണ്ട്, ബ്രാൻഡിങ് വരുന്നുണ്ട്, അതുപോലെ ബ്രാൻഡും ട്രേഡ് മാർക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡിങ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, അത്ര ഇമ്പോർട്ടൻ്റ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ് നിങ്ങൾക്ക് സാധാരണ ജനറൽ ആൻസറായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെയാണ് അത്ര ഇമ്പോർട്ടൻറ്റ്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് അഡ്വർടൈസിങ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അഡ്വർടൈസിങ് ഉണ്ടായാലും നമുക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ഉണ്ടാവും. അതുപോലെ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച്. അതുപോലെ പുതിയ പ്രോഡക്റ്റിൻ്റെ എൻഹാൻസ്മെൻറ്റും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഒക്കെ നേടുന്നതിനേക്കും. ലിമിറ്റേഷനിൽ പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നീഡ്സ് വരാം, ഇൻക്രീസ്ഡ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് വരാം, സൊസൈറ്റിക്ക് ഹാംഫുള്ളായിട്ട് മാറാം, മോണോപ്പൊളി ആയിട്ട് മാറാം, ഇങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ പേഴ്സണൽ സെല്ലിംഗ് ഓർ സെയിൽസ്മാൻഷിപ്പ്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, കുറച്ച് നല്ല ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെയാണ് അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ്. അവസാനം വരുന്ന ഒരു ചാപ്റ്ററാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അത് ജസ്റ്റ് നോക്കാം. പിന്നെ അതിൽ വരുന്ന ലീഗൽ പ്രൊട്ടക്ഷൻ ആക്ട്സുകളുണ്ട്, കുറേ ആക്റ്റുകൾ. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. അപ്പോൾ കുറച്ച് ആക്റ്റുകൾ ജസ്റ്റ് പേര് പിടിച്ച് നോക്കുക. അതുപോലെ കൺസ്യൂമർ റൈറ്റ്സ് ഒരു 6 റൈറ്റ്സ്: റൈറ്റ് ടു ബി സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അത് പഠിച്ചു വെക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പറയുന്ന ഒരു 6 റൈറ്റുകളാണ്, ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസാണ്. അതുപോലെ എന്താണ് റീഡ്രസലായിട്ടുള്ള ഏജൻസീസ്, ഡിസ്ട്രിക്ട് ഫോറമുണ്ട്, സ്റ്റേറ്റ് കമ്മീഷനുണ്ട്, നാഷണൽ കമ്മീഷനുണ്ട്. അത് പഠിച്ചു വെക്കാം, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി നല്ല രീതിയിൽ നോക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൽ നിന്ന് തന്നെ ഏകദേശം ആൾമോസ്റ്റ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കണം, പക്ഷേ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങളുടെ ഫസ്റ്റത്തെ ABC അനാലിസിസ് എടുക്കുമ്പോൾ ഫസ്റ്റ് A കാറ്റഗറി ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ essay ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ കുറച്ച് പോയിൻറ്റ്സ് പഠിച്ചാൽ മതി, കുറേ essay ആയിട്ട് പഠിക്കണമെന്ന് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ച് A+ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക.